ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയ്ക്കകത്ത് പറഞ്ഞു നിർത്തിയത് ഇരുമ്പിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗത്തെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ നമുക്ക് വേണ്ടേ? ഓപ്ഷനിലേക്ക് പോകാം. മരാസ്മസ്, മുണ്ടിനീർ, പ്രമേഹം, അനീമിയ. മരാസ്മസ്, മുണ്ടിനീർ, പ്രമേഹം, അനീമിയ. ഇരുമ്പിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഓക്കെ, എല്ലാവർക്കും അറിയാമല്ലോ. ഓപ്ഷൻ ഡി അനീമിയ അല്ലെങ്കിൽ വിളർച്ച, അനീമിയ. ഓക്കെ, 58ാമത്തെ ക്വസ്റ്റ്യൻ. അറിഞ്ഞതിൽ നിന്ന് അറിയാത്തതിലേക്ക് എന്ന ബോധന രീതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? അറിഞ്ഞതിൽ നിന്ന് അറിയാത്തതിലേക്ക് എന്ന ബോധന രീതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ഓപ്ഷൻ എ റൂസോ, ബി കൊമേനിയസ്, സി ഗാർഡ്നർ, ഡി ടാഗോർ. അറിഞ്ഞതിൽ നിന്ന് അറിയാത്തതിലേക്ക് എന്ന ബോധന രീതിയുടെ ഉപജ്ഞാതാവ്. ഓക്കെ, ഓപ്ഷൻ ബി കൊമേനിയസ്. ഓപ്ഷൻ ബി കൊമേനിയസ്. അടുത്ത ക്വസ്റ്റ്യൻ. വിദ്യാലയത്തെ സമൂഹവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണി. വിദ്യാലയത്തെ സമൂഹവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണി. ഓപ്ഷൻ എ PTA, ബി MPTA, സി ICDS, ഡി ഡയറ്റ്. PTA, MPTA, ICDS, ഡയറ്റ്. വിദ്യാലയത്തെ സമൂഹവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണി. ഓക്കെ, ഓപ്ഷൻ എ PTA. ജീവികളുടെ പ്രത്യേകതകൾ എല്ലാ വസ്തുക്കളിലും ആരോപിച്ചുകൊണ്ടുള്ള ചിന്തനം നടക്കുന്ന ഘട്ടം. ജീവികളുടെ പ്രത്യേകതകൾ എല്ലാ വസ്തുക്കളിലും ആരോപിച്ചുകൊണ്ടുള്ള ചിന്തനം നടക്കുന്ന ഘട്ടം ഏതാണ്? ഓപ്ഷൻ എ ഇന്ദ്രിയ ചാലകം, ബി മനോവ്യാപാര പൂർവ്വ ചിന്തനം, സി രൂപാത്മക ചിന്തനം, ഡി ഔപചാരിക മനോവിചാരം. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി മനോവ്യാപാര പൂർവ്വ ചിന്തനം. മനോവ്യാപാര പൂർവ്വ ചിന്തനം. അടുത്ത ക്വസ്റ്റ്യൻ. പ്രോജക്റ്റ് പഠനരീതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? പ്രോജക്റ്റ് പഠനരീതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ഓപ്ഷൻ എ ജോൺ ഡ്യൂയി, ബി ഫ്രെയർ, സി വിവേകാനന്ദൻ, ഡി പെസ്റ്റലോസി. പ്രോജക്റ്റ് പഠനരീതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ഓക്കെ, ഓപ്ഷൻ എ ജോൺ ഡ്യൂയി. ജോൺ ഡ്യൂയി പ്രോജക്റ്റ് പഠനരീതിയുടെ ഉപജ്ഞാതാവ്. അടുത്ത ക്വസ്റ്റ്യൻ. കുട്ടികൾ ശക്തരെയും കഴിവുള്ളവരെയും അനുകരിക്കുന്നു. ഈ സിദ്ധാന്തം കണ്ടെത്തിയത്. കുട്ടികൾ ശക്തരെയും കഴിവുള്ളവരെയും അനുകരിക്കുന്നു. ഈ സിദ്ധാന്തം കണ്ടെത്തിയത്. ഓപ്ഷൻ എ സള്ളിവൻ, ബി ആൽബർട്ട് ബന്ദൂര, സി നോം ചോസ്കി, ഡി പിയാഷെ. കുട്ടികൾ ശക്തരെയും കഴിവുള്ളവരെയും അനുകരിക്കുന്നു. ഈ സിദ്ധാന്തം കണ്ടെത്തിയത്. ഓപ്ഷൻ ബി ആൽബർട്ട് ബന്ദൂര. ആൻസർ ഓപ്ഷൻ ബി ആൽബർട്ട് ബന്ദൂര. അടുത്ത ക്വസ്റ്റ്യൻ. സമഗ്ര ശിശു വികസനം ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി. സമഗ്ര ശിശു വികസനം ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി. ഓപ്ഷൻ എ CSWB, ഓപ്ഷൻ ബി ICCW, ഓപ്ഷൻ സി ICDS, ഓപ്ഷൻ ഡി CARICARE. സമഗ്ര ശിശു വികസനം ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി. ഓക്കെ, ഓപ്ഷൻ സി ICDS. മാംസ്യത്തിൻ്റെ അഭാവത്തിലുണ്ടാകുന്ന അപര്യാപ്തത രോഗം ഏതാണ്? മാംസ്യത്തിൻ്റെ അഭാവത്തിലുണ്ടാകുന്ന അപര്യാപ്തത രോഗം ഏതാണ്? ഓപ്ഷൻ എ ഡിഫ്തീരിയ, ഓപ്ഷൻ ബി ക്വാഷിയോർക്കർ, സി ബെറിബെറി, ഡി മണ്ണൻ. മാംസ്യത്തിൻ്റെ അഭാവത്തിലുണ്ടാകുന്ന അപര്യാപ്തത രോഗം ഏതാണ്? ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ക്വാഷിയോർക്കർ. അടുത്ത ക്വസ്റ്റ്യൻ. ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിൻ്റെ പ്രധാന ആശയം എന്താണ്? ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിൻ്റെ പ്രധാന ആശയം. ഓപ്ഷൻ എ പ്രബലനം, ബി ക്ഷേത്ര സിദ്ധാന്തം, സി വ്യവഹാരം, ഡി ഉൾക്കാഴ്ച. പ്രബലനം, ക്ഷേത്ര സിദ്ധാന്തം, വ്യവഹാരം, ഉൾക്കാഴ്ച. ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിൻ്റെ പ്രധാന ആശയം ഏതാണ്? ഓക്കെ, ഓപ്ഷൻ ഡി ഉൾക്കാഴ്ച. അടുത്ത ക്വസ്റ്റ്യൻ. GBSKയുടെ സ്ഥാപക ആരാണ്? GBSKയുടെ സ്ഥാപക ആരാണ്? ഓപ്ഷൻ എ മരിയ മോണ്ടിസോറി, ഓപ്ഷൻ ബി റേച്ചൽ മാക്മില്ലൻ, ഓപ്ഷൻ സി മാർഗരറ്റ് മാക്മില്ലൻ, ഓപ്ഷൻ ഡി താരാഭായ് മോദക്. GBSKയുടെ പ്രധാന സ്ഥാപകൻ. ഓക്കെ, സ്ഥാപക ഓപ്ഷൻ ഡി താരാഭായ് മോദക്. അടുത്ത ക്വസ്റ്റ്യൻ. അനിയന്ത്രിത ശ്രദ്ധയിൽ നിന്നും നിയന്ത്രിത ശ്രദ്ധയിലേക്ക് കുട്ടിയെ എത്തിക്കേണ്ടത്. അനിയന്ത്രിത ശ്രദ്ധയിൽ നിന്ന് നിയന്ത്രിത ശ്രദ്ധയിലേക്ക് കുട്ടിയെ എത്തിക്കേണ്ടത്. ഓപ്ഷൻ എ രക്ഷിതാക്കൾ, ഓപ്ഷൻ ബി അധ്യാപകർ, ഓപ്ഷൻ സി സുഹൃത്തുക്കൾ, ഓപ്ഷൻ ഡി മുതിർന്നവർ. അനിയന്ത്രിത ശ്രദ്ധയിൽ നിന്ന് നിയന്ത്രിത ശ്രദ്ധയിലേക്ക് കുട്ടിയെ എത്തിക്കേണ്ടവർ. ഓക്കെ, ഓപ്ഷൻ ബി അധ്യാപകർ. ആൻസർ ഓപ്ഷൻ ബി അധ്യാപകർ.
അടുത്ത ക്വസ്റ്റ്യൻ, ബുദ്ധിക്ക് ബഹുമുഖങ്ങളുണ്ടെന്ന് സിദ്ധാന്തിച്ചത് ആരാണ്? ബുദ്ധിക്ക് ബഹുമുഖങ്ങളുണ്ടെന്ന് സിദ്ധാന്തിച്ചത് ആരാണ്? ആൻസർ ഓർത്ത് വെക്കുക, അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും.